2 ദിവസം മുന്നേ ഫേസ്ബുക്കിൽ കണ്ട വീഡിയോ ആണ് അത്. ആദ്യം നിങ്ങൾ തേഞ്ഞിട്ടില്ലല്ലോ, ആകെ 3000 കഴിഞ്ഞ ആഴ്ച വാടക ഞാൻ വൈത്തിരി എത്തണം, വയനാട് വൈത്തിരി എത്തണം. വൈത്തിരിയുള്ള കൊണ്ടുവന്നതിനാ കുറച്ച് എക്സ്ട്രാ തന്നെ പണിയെടുക്കും. ഞാൻ ഇതിൽ പണ്ടാര പറഞ്ഞ പോലെ അല്ലോ അല്ല 2 മാങ്ങട്ട് ദിവസമായി നന്നാ പോരെ. 2 ആഴ്ച ഇവിടെ പണിയെടുക്കണം. പൈസ എന്തിനാ പണിയെടുക്കുന്നത്? ഞാൻ വേറെ ആളൊന്നും പണിക്കൂടാണ്. സീറ്റ് ഇട്ട് കഴിഞ്ഞപ്പോ നിങ്ങളുടെ സ്വഭാവമാണ്. ആരാ കൂട്ടുവാ? കൂട്ടാൻ ഇഷ്ടം പോലെ ആളില്ല നാട്ടില്. നൈസായിട്ട് മക്കളെയും കൂട്ടിക്ക് പണിക്ക് വരുന്ന അവർക്ക് കൂലി കൊടുക്കണ്ടല്ലോ. എന്താ ഐഡിയ? വരാൻ വന്നിപ്പോ ചുരം മുഴുവൻ ബ്ലോക്ക് ചെയ്യുന്നത് ഞായറാഴ്ചയാണ്. അത് തിരിച്ചു പോകണമെങ്കിൽ പെട്രോൾ പറയാൻ വേണ്ടിയ പൈസ അല്ല പറഞ്ഞോ. ഈ മൈക്കും വരും അടക്കും വരും. വീഡിയോയിൽ ഇത് മുഖം കാണിച്ചിട്ടില്ല. ഇതാ വീഡിയോയിൽ മുഖം കാണിച്ചിട്ടോ. അതിന് കൂലിയില്ല. എന്താ 2 പാമ്പര്. വീഡിയോന്റെ കമന്റ് നോക്കിയപ്പോ ഹംസക്ക പറയണത് ഇത് പണിക്കാരൻ പറഞ്ഞിട്ട് പണിക്കാരൻ വൈറലാക്കാൻ വേണ്ടിട്ട് തമാശ രൂപേണ ചെയ്തതാണെന്ന് പറഞ്ഞത്. അങ്ങനെ ചെയ്തതാണെങ്കിൽ തീർച്ചയായിട്ടും ആ പണിക്കാരന് ഒരു അവാർഡ് കൊടുക്കേണ്ടതുണ്ട്. അസാധ്യ അഭിനയം എന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ല, അമ്മാതിരി അഭിനയം. കമന്റ് നോക്കിയിട്ടില്ലെങ്കിൽ ആർക്കും മനസ്സിലാവില്ല അത് അഭിനയിച്ചതാണെന്നുള്ളത്. ഏതായാലും ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ട സ്ഥിതിക്ക് അതിന്റെ അഭിപ്രായം നമുക്ക് പറയാലോ. പണിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാട്ടോ നമ്മൾ അഭിപ്രായം പറയുന്നത്. നമ്മളൊക്കെ നിലകൊള്ളുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട്, നമ്മളൊക്കെ ഇതിലൂടെ കടന്നുപോയ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് പറയുന്നത്. ഞാനും നാട്ടില് ഒരുപാട് കാലം പണിയെടുത്തിട്ടുണ്ടോ. ഒരു 13 വർഷത്തോളം സൗദിയിലാണ്. നാട്ടിൽ ഇങ്ങനെ പണിയെടുത്ത് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ അനുഭവം ഉണ്ടാകാറുണ്ട്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമ്മൾ കൂലി ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോർക്ക് ദേഷ്യം പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടും നിങ്ങൾ എന്തെങ്കിലും തെന്നക്കി എന്ന് പറഞ്ഞാലും അല്ല ഈ പറയുന്നത്. കാരണം ഓരോ മനസ്സിന്റെ ഉദ്ദേശത്തിലുള്ള റൈറ്റിനെക്കാട്ടും കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓര് പറയണത് ഈ പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും തെന്നക്കിന്ന് നമ്മൾ പറയണതിനുള്ള കാരണം എന്താ വെച്ചാല് നമ്മള് വിചാരിച്ച പണിക്കൂലിനെക്കാട്ടി ഇനി പോലും നമ്മളെ പണിയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും അധികം തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നോട്ട് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും തന്നരിക്കി എന്ന് പറയുന്നത്. അവസാനം പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ പറയും ഒരു 500 നിങ്ങൾ തന്നാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. ചിലവര് എന്താക്കും, ആ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ മുഖം കറക്കും, മുഖം നാരി ചോക്കും, പിന്നെ ഒരു എന്താ പറയാ ഒരു ഉഷാറില്ലാത്ത രീതിയിലൊക്കെ പൈസ തരും. ശരിയായ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ പണിക്കൂലി എത്രാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പണിക്കാരാണ് പറയേണ്ടത് നമ്മളെ കൂലി ഇത്രാണെന്നുള്ളത്. അതിൽ പിന്നെ നമ്മൾ മോശം വിചാരിച്ചിരിക്കാറില്ല. നമ്മൾ പണിയെടുത്ത പൈസ അല്ലേ. അധികം മേടിക്കാൻ നിൽക്കണ്ട. ഇനിയിപ്പോ എന്തെങ്കിലും കുറച്ചു നേരം ഒന്ന് മാന്യമായിട്ട് കസ്റ്റമർ ചോദിക്കുകയാണെങ്കിൽ കുറച്ചും കൊടുക്കുക. കാരണം കസ്റ്റമറാണ് നമ്മളെ വിജയം. നമ്മൾ ഓരോ ദിവസം പണിയെടുത്താൽ പോലല്ലോ, കാലാകാലം പണിയെടുക്കേണ്ടല്ലേ. അപ്പൊ ഓരോ കസ്റ്റമർ നമ്മൾ അങ്ങോട്ട് മുഹബത്തായി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ഉപയോഗം. അതേ സ്ഥാനത്ത് ഞാൻ പറഞ്ഞല്ലോ 13 വർഷത്തോളം ഞാൻ സൗദിയിൽ പണിയെടുക്കുന്നത്. ഞാൻ ഇന്നേ വരെ സൗദിയിൽ എത്തിയതിനു ശേഷം 13 വർഷത്തിൽ തന്നെ ഒരു ദിവസം തന്നെ 2-3 കൂലികളെ കാളെടുത്ത് മേടിക്കാറുണ്ട്. മെയിന്റനൻസ് വർക്ക് ആയതുകൊണ്ട്. ഈ പണികളൊക്കെ എടുത്തിട്ടും ഒരു കൂലി പോലും പ്രാർത്ഥനയോട് കൂടിയിട്ടല്ലാതെ ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മൾ കൂലി മേടിക്കുമ്പോൾ നമുക്ക് കൂലിയും കിട്ടും. അതോട് കൂടിയിട്ട് അവര് പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് കൂലി തരിക. പടച്ചോൻ അനക്ക് ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ, അനക്കും എന്റെ കുടുംബത്തിനും സന്തോഷം പ്രദാനം ചെയ്യട്ടെ, നിന്റെ റിസ്ക് വിശാലാക്കട്ടെ, പടച്ചോൻ എനിക്ക് ആയുരാരോഗ്യം പ്രദാനം ചെയ്യട്ടെ. ഇത്തിജാതി പ്രാർത്ഥനകളോട് കൂടിയിട്ടല്ലാതെ ഇന്നേ വരെ ഒരു കൂലി പോലും നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്.